Hi students, welcome to the Smart Commerce Channel classes. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പരമാവധി ഷെയർ ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം. ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. Now next topic is objectives, functions, purpose or need of cost accounting. The following are the points of objectives or functions of cost accounting. The first point is cost recording. Cost recording means recording the expenses incurred for manufacturing a product or rendering a service in the cost books. Therefore, recording the expenses or cost incurred for manufacturing a product or rendering a service is the first point of objective of cost accounting. അപ്പോൾ കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുന്നതിന് വേണ്ടിയാകുന്ന ചിലവുകൾ കോസ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്ന അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുന്നതിന് വേണ്ടിയാകുന്ന ചിലവുകൾ, അതായത് കോസ്റ്റ് ബുക്കുകളിൽ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രവർത്തനം. Now the second point is cost estimation. Cost estimation is predetermining the cost of a product or service to be manufactured or rendered. For the purpose of cost estimation, the cost ascertained in the immediately preceding or previous period is taken and allowances are made for the fluctuations in the price of materials, rate of labor and other expenses. ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നൽകാൻ പോകുന്ന ഒരു സർവീസിന്റെ ചിലവ് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. തൊട്ട് മുൻപത്തെ പീരീഡിൽ കണ്ടുപിടിച്ച കോസ്റ്റ് എടുത്തിട്ട് അതിൽ മെറ്റീരിയൽസിന്റെ വിലയിലും ലേബറിന്റെ നിരക്കിലും മറ്റ് ചിലവുകളിലും വരാവുന്ന മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടാണ് കോസ്റ്റ് മുൻകൂട്ടി തീരുമാനിക്കുന്നത്. Now the next point of objective of cost accounting is cost ascertainment. Cost ascertainment is the ascertainment of the cost of a product manufactured or a service rendered. It is the process of ascertaining the actual cost of a product or service. ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നൽകി കഴിഞ്ഞ ഒരു സർവീസിന്റെ ചിലവ് കണ്ടുപിടിക്കുന്നതിനാണ് കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ യഥാർത്ഥ ചിലവ് കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് കോസ്റ്റ് അസർട്ടൈൻമെന്റ്. Now the next objective of cost accounting is cost presentation. Cost presentation is the reporting of the cost data or information to the various levels of management. It aims at providing or supplying right information to the right person at the right time and in the right form. കോസ്റ്റിനെ സംബന്ധിച്ച ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങൾക്ക് നൽകുന്നതിനാണ് കോസ്റ്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ശരിയായ വിവരം ശരിയായ വ്യക്തിക്ക് ശരിയായ സമയത്ത് ശരിയായ രൂപത്തിൽ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. Now the next point of objective of cost accounting is decision making. The success of any organization depends on the timely decisions taken by the management. Decisions can be taken with the help of the data or information. Cost accounting helps the management in taking decisions by providing the required cost data or information. മാനേജ്മെന്റ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഏത് സ്ഥാപനത്തിന്റെയും വിജയം. ഇനി തീരുമാനങ്ങൾ എടുക്കുന്നത് ഡേറ്റയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ, അതായത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആവശ്യമായ കോസ്റ്റ് വിവരങ്ങൾ നൽകിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു. Now the next point of objective of cost accounting is cost control. Cost control is controlling the cost by eliminating wastages of material, labor and other expenses. Cost control is the process of setting up of the standard cost, comparing the actual cost with the standard, deviations if any, taking corrective steps or actions. മെറ്റീരിയൽസിന്റെയും ലേബറിന്റെയും മറ്റു ചിലവുകളുടെയും വേസ്റ്റേജസ് ഒഴിവാക്കിക്കൊണ്ട് ചിലവ് നിയന്ത്രിക്കുന്നതിനാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അടിസ്ഥാന ചിലവ് മുൻകൂട്ടി തീരുമാനിക്കുകയും
യഥാർത്ഥത്തിൽ ആകുന്ന ചെലവ് അടിസ്ഥാന ചെലവുമായി താരതമ്യം ചെയ്യുകയും വ്യതിയാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കോസ്റ്റ് കൺട്രോൾ. The last point of objective of cost accounting is cost reduction. Cost reduction is the real and permanent reduction of the cost of the goods produced or services rendered without affecting their quality. It is the process of reduction of the cost by increasing the productivity. നിലവാരത്തെ ബാധിക്കാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ നൽകപ്പെടുന്ന സേവനങ്ങളുടെ ചിലവ് കുറയ്ക്കുന്നതിനാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിലവാരത്തെ ബാധിക്കാതെ എങ്ങനെയാണ് ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്നത്? ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ചിലവ് കുറയ്ക്കുന്നതിനാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.